ക്ഷേത്രത്തിന് പരിസരത്ത് ഗായത്രി മഹായജ്ഞം സംഘടിപ്പിക്കപ്പെടുകയാണ്. വേദങ്ങളുടെ മാതാവായിട്ടുള്ള ഗായത്രി പ്രചാരണം ആണ് ഉദ്ദേശം. അത് പാരിസ്ഥിതിക പരിമിതികളിലേക്ക് നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും പാരിസ്ഥിതികമായിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു യാഗമാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ നടന്ന യാഗത്തിന് ശേഷം അത്ഭുതകരമായിട്ട് ഒരു സംഭവം നടന്നു. യാഗം കഴിഞ്ഞ് യാഗശാല കത്തിക്കപ്പെട്ടപ്പോൾ ഉടനെ തന്നെ മഴ, അന്ന് രാത്രി തന്നെ മഴയുണ്ടാകുകയും അതൊരു വലിയൊരു അനുഭവം അവിടെ യാഗം നടന്ന പ്രദേശത്ത് നമുക്ക് കാണാനിടയായി. പുഴയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. ഇത്തവണ കുറച്ചും കൂടെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്ഥലം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ വർഷത്തേതിലും ഭംഗിയായി കുറെ കൂടെ ആളുകൾക്ക് അതിൽ വന്ന് പങ്കുചേരാനും അത് വിപുലമായ തരത്തിൽ ഒരു യാഗ ഭൂമിയായി മാറ്റാനുള്ള പരിശ്രമം നമ്മുടെ ഈ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ദക്ഷിണഭാരതത്തിലെ മഹാമണ്ഡലേശ്വരാണ്. വിവിധ അഖാഡകളുടെ ചുമതല വഹിക്കുന്നു. മകരയിലെ അയ്യപ്പാസവും മഠാധിപതിയാണ്. കൂടാതെ 140ഓളം സന്യാസിമാർക്ക് ദീക്ഷ കൊടുത്തിട്ടുള്ള ഒരു സന്യാസിയാണ്. അദ്ദേഹം നമുക്ക് ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. നമസ്കാരം. വ്യാസ തപോവ്യാൻ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള സംപൂജ്യ സ്വാമിജി ബ്രഹ്മാനന്ദ സരസ്വതി, ഇതിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന AC ചന്ദാമരാക്ഷൻജി, ഇതിൻ്റെ പൂർണ്ണമായ ചുക്കാൻ പിടിക്കുന്ന ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി, ഇതിൻ്റെ ഫൈനാൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൂജനീയ കണ്ണൻകുട്ടി സാർ, ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, അഖില ഭാരത സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറി, ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ മഹാനിർവാണി അഖാഡയുടെ നേതൃത്വത്തിൽ ഇന്നലെയാണ് കുംഭമേള സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയത്. വെല്ലിങ്ങാമത്തെ സന്ത് സമ്മേളനം യോഗി ആദിത്യനാഥ് ജിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ വേദി കൂടി പങ്കിട്ട ശേഷമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 4 വേദങ്ങളിലും ഒരുപോലെ ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ഏകീകരിക്കാനുള്ളതായ ഏക മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഈ ഗായത്രി മന്ത്രത്തിലൂടെയാണ് പ്രപഞ്ചത്തിനുള്ള നറിഷ്മെന്റ് മുഴുവൻ ഉണ്ടാക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ പ്രകാശ സ്രോതസ്സായ സൂര്യനെ ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായ ചടങ്ങുകളാണ്. ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് പിതൃകർമ്മങ്ങൾ. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തർപ്പണാദി കർമ്മങ്ങളായിട്ട് നടക്കുന്നു. സൂര്യന് ചൈതന്യം നൽകാവുന്നതായ രീതിയിലുള്ള, സൂര്യനെ പോഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മന്ത്രവിഭാഗമാണ് വേദത്തിൻ്റെ അകത്തെ ഗായത്രി മന്ത്രം. ഈ ഗായത്രി മന്ത്രത്തെ ജനകീയമായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ പ്രപഞ്ചരക്ഷ എന്ന വിശ്വശാന്തിക്ക് വേണ്ടിയിട്ടാണ് വ്യാസ തപോധ്യാന ആശ്രമം ഇതുവരെ ലക്ഷക്കണക്കിന് ഗായത്രി ഒരു ജപവും അനേകം അഗ്നിഹോത്രാദി കർമ്മങ്ങളും ആയിരക്കണക്കിന് എന്ന കണക്കിൽ അടുപ്പിച്ച് നടത്തിയിട്ടുള്ള ആചാര്യശ്രേഷ്ഠനാണ് നമ്മുടെ ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ്. കേരളം മുഴുവൻ അനേകം ശിഷ്യന്മാർക്ക് അദ്ദേഹം ദീക്ഷ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ രാമചന്ദ്ര പ്രഭുവിൻ്റെ പഞ്ചപാണ്ഡവർ വന്നതായ സന്നിധാനം എന്ന കണക്കിൽ തിരുവില്ലാമലയിൽ ഇത് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളത്. തിരുവില്ലാമലയിൽ വ്യാസ തപോധ്യാന ആശ്രമം ഉണ്ടാക്കാനും പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പ്രദേശത്താണ് അതിമനോഹരമായ
8 ഹോമകുണ്ടങ്ങൾ തയ്യാറാക്കി അതിൽ ദക്ഷിണാഗ്നി ഗാർഹ്യപത്നി ആഹവനം എന്ന ഒരു പ്രത്യേക യാഗശാല തയ്യാറാക്കിയിട്ട് 11 കുണ്ടങ്ങളിലായിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അവസാന ദിവസം 9-ാം തീയതി യാഗകുണ്ടം, ദക്ഷിണാഗ്നിയും ഗാർഹ്യപത്നി ആഹവനിയുമുള്ള കുണ്ടം അഗ്നിക്ക് ഇരയാകും. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങുകൾ. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഈ ചടങ്ങുകൾ പൂർണ്ണമായിട്ട് നടക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് നമ്മുടെ പത്രമാധ്യമങ്ങൾ വളരെയധികം ഉപകാരകരമായിട്ടുള്ള രീതിയിൽ ഇതിനെ പ്രചാരണം നടത്തുന്നു. അതിനെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാവശ്യം ഏറ്റവും ഉത്തമമായ രീതിയിൽ അതിന് വേണ്ട പ്രചരണം നടത്തിത്തരണം എന്ന് പാലക്കാട് ജില്ലയിലുള്ള എല്ലാവരോടും അറിയിക്കുന്നതോടൊപ്പം എല്ലാവരെയും യാഗ സ്ഥലത്തേക്ക് പ്രത്യേകം ക്ഷണിക്കുക. എല്ലാം പരിചിതമായ മുഖങ്ങളാണ്, എടുത്തു പറയേണ്ട ആവശ്യം പ്രത്യേകം മംഗളം. സ്വാമി, ആ ചടങ്ങ് ഒന്നുകൂടി പറയും. ഇത്രയും 8 ഹോമകുണ്ടങ്ങൾ തയ്യാറാക്കാം അല്ലേ? 24 അക്ഷരങ്ങളുള്ള ഗായത്രിയെ 8 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 8 കുണ്ടങ്ങളിലായിട്ട് അത് വരുന്നത്. 8 ഹോമകുണ്ടങ്ങൾ, 8 ഹോമകുണ്ടങ്ങളും 3 കുണ്ടങ്ങൾ വേറെയും. അത് ദക്ഷിണാഗ്നി ഗാർഹ്യപത്നി ആഹവനീയം. 1 അർദ്ധവൃത്താകൃതിയുള്ള കുണ്ടം ദക്ഷിണാഗ്നി. അപ്പൊ ആകെ 11 ഹോമകുണ്ടങ്ങളിലാണ് ജ്വലിപ്പിക്കുക അല്ലെ? അഗ്നി ജ്വലിപ്പിക്കുക. അതെ. എന്നിട്ട് പിന്നെ അത് ഈ പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും രാവിലെ എല്ലാ ദിവസങ്ങളിലും കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം. പിന്നെന്തോ പറഞ്ഞു, പിന്നെന്തോ 9-ാം തീയതി സമാപന ദിവസം വൈകുന്നേരം 4 മണിക്ക് ദക്ഷിണാഗ്നി ഗാർഹ്യപത്നി ആഹവനിയും ഉള്ളതായ വൈദിക കുണ്ടം ജ്വലിപ്പിക്കും. ഒന്ന് പന്തലോടുകൂടി ജ്വലിപ്പിക്കും. ഒന്ന് മാത്രമല്ല, ഒന്നല്ല, 3 കുണ്ടങ്ങളുള്ള ഒരു പന്തല്. 3 കുണ്ടങ്ങളിലെ ഒരു പന്തല് വേറെയാണ്. 8 കുണ്ടങ്ങൾ നിർത്തിയിട്ടുള്ളതായ ഒരു പന്തല് വേറെ. ആ 3 കുണ്ടങ്ങൾ ഒരുമിച്ച് ജ്വലിപ്പിക്കും. അതെ. പന്തലോടുകൂടി അഗ്നിക്കിരിക. അതുപോലെ തന്നെ ആ ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ ഗായത്രി ദീക്ഷ, ഉപനയനം, പൂണുനൊരിടിക്കല്, അതുപോലെ പൂജാരിമാർക്കുള്ള ട്രെയിനിങ്, വേദം തുടങ്ങാൻ 4 വേദത്തിലെ 4 മന്ത്രങ്ങൾ പഠിപ്പിച്ച് വേദ ആരംഭം, ഇങ്ങനെയുള്ള എല്ലാ ക്രിയകളും അതിനിടയിലൂടെ നടക്കും. സന്യാസ ദീക്ഷ അതിനിടയിലൂടെ നടക്കും. വേദപഠനത്തിനുള്ള ആരംഭം. വേദപഠനത്തിന്റെ ആരംഭം 4 ശ്ലോകങ്ങളിലൂടെയാണ്. 4 വേദങ്ങളുടെയും ഓരോ മന്ത്രങ്ങൾ. അത് അബ്രാഹ്മണർക്ക് അവിടെ താല്പര്യമുള്ളവർക്ക് ഉപദേശിക്കും. വേദപഠനത്തിന്റെ ആരംഭം. പിന്നെ ഏതൊക്കെ? ഉപനയനം, ഉപനയനം, പൂജാരിമാരെ ട്രെയിൻ ചെയ്യിക്കുക, സന്യാസ ദീക്ഷ കൊടുക്കുക, ഗായത്രി ദീക്ഷ, ശ്രീവിദ്യ ദീക്ഷ. ഇതെല്ലാം രഹസ്യമായി ചെയ്തിരുന്നതല്ലേ? അതെല്ലാം എല്ലാവർക്കും അവൈലബിൾ ആക്കണം. അർഹതയുള്ളവർക്ക് അത് അവൈലബിൾ ആക്കണം. ഈ ദീക്ഷ നൽകുന്നതൊക്കെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അന്നദാനം വരുന്നവർക്ക് അത്രയും പേരും എല്ലാ ദിവസവും അന്നദാനം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രസാദം. 3 നേരം പ്രസാദം. ഇപ്പൊ അവിടെ സ്വാമി ആശ്രമം നമ്മള് വ്യാസ തപോധ്യാന ആശ്രമം ഇപ്പൊ ഉണ്ട്. അവിടെ നിലവിൽ ആശ്രമം ഉണ്ട്. അപ്പൊ അതിനോട് ചേർന്നാണ് ഈ പറഞ്ഞ പുതിയ ആശ്രമം ഇനി കെട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളത് ഒരു വാടക കെട്ടിടത്തിലാണ്. അതിലേക്ക് വരും. ഈ യാഗം കഴിഞ്ഞാൽ പുതുതായിട്ട് യാഗം കഴിഞ്ഞു. അപ്പൊ ആ സ്ഥലത്തിലാണ് ഇപ്പൊ യാഗം നടത്തുന്നത്. പിന്നെ വൈകിട്ട് എന്തോ സാംസ്കാരിക പരിപാടികളൊക്കെ കണ്ടു. ഇതിലെവിടെയോ കണ്ടു. അത് ഏതോ സ്ഥലം. എല്ലാ ദിവസവും മുടങ്ങാതെ ഗോപൂജയുണ്ട്. 7 മണിക്ക് എല്ലാ ദിവസവും ഗോപൂജ. അത് ഓരോ വീടുകളിൽ നിന്നുള്ള കർഷകരെ ആദരിച്ച്, അപ്പൊ ഇതിന് കാർഷിക അഭിവൃദ്ധിക്കുള്ള ആദരവുണ്ട്. അതുപോലെ ക്ഷീര കർഷകന്മാരെ ആദരിക്കുന്നുണ്ട്, കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട്, ആചാര്യന്മാരെ ആദരിക്കുന്നുണ്ട്, അതുപോലെ കൊട്ടുകാര്, ഇങ്ങനെ വർഗീസ് മാഷ്, അങ്ങനെയുള്ള സാമുദായികമായിട്ടുള്ള എല്ലാവരെയും ഈ ചടങ്ങിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ആദരിക്കപ്പെടുന്നു. Any doubts? മാത്രമല്ല ഇന്നലെയാണ് ഞാൻ കുംഭമേളയിൽ നിന്ന് വന്നത്.
വളരെ ശക്തമായിട്ടുള്ള, അതായത് 16-17 കിലോമീറ്റർ ദൂരെ വരെ വണ്ടികൾ പാർട്ടി നടന്നു പോകുന്ന അത്രയും കൂട്ടമാണ്. നടക്കാൻ തന്നെ വഴിയില്ല. പുലർച്ചെ 4 മണിക്കെല്ലാം റോട്ടിൽ വണ്ടികൾ ക്യൂ നിന്ന വണ്ടികൾ അടുത്ത ദിവസം 10 മണിയാകുമ്പോഴാണ് അവിടുന്ന് നീങ്ങുന്നത്. അത്രയ്ക്കും തിരക്കാണ്. 29-ാം തീയതി മൗന അമാവാസി സ്നാനം എന്ന് പറയുന്ന സ്നാനത്തിൽ ഏകദേശം 5 കോടി ആൾക്കാരാണ് അവിടെ നിലനിൽക്കാൻ പോകുന്നത്. ഇപ്പൊ 20 കോടി ആൾക്കാർ 12 ദിവസത്തിൽ സ്നാനം ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പത്രക്കാരെല്ലാവരും ഒന്ന് അവിടെ ശക്തമായിട്ട് അവിടുത്തെ വാർത്തകൾ കേരള മാധ്യമങ്ങളിൽ അത് കാണണം എന്ന് പ്രത്യേകം അറിയിക്കും. ഓക്കെ.